സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷികം ഫെബ്രുവരി 27 മുതൽ മലപ്പുറത്ത് ഐതിഹാസികമായ താജുൽ ഉലമ നഗറിൽ നടക്കുമ്പോൾ നമ്മൾ അതിന്റെ പ്രചാരകരും പ്രവർത്തകന്മാരും പ്രബോധകരുമാവുക. അള്ളാഹു പൊരുത്തപ്പെടുന്ന ദീനിന്റെ ഖാദിമുകളായി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ളവരെ, തങ്ങളവരുടെ ദുആ കഴിയാതെ ആരും പോകരുത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അതുപോലെ തന്നെ NM ഉസ്താദ് മഹാന്മാരുടെ പേരിൽ തഹ്ലീൽ ചൊല്ലിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് കുഞ്ഞുകോയ തങ്ങൾ അവർ നമ്മുടെ മുമ്പിലുണ്ട്. ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം സ്വാഗതം പറയലോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا أستغفر الله العظيم 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 أستغفر الله أستغفر الله العظيم 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 أستغفر الله العظيم. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم. شهادة الله حق عليها نحيا وعليها نموت وعليها نبعث إن شاء الله. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد
لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഹബ്ബുർ റസൂലിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ പേരക്കുട്ടികളിൽപ്പെട്ട നമുക്ക് ഈ അടുത്ത കാലം വരെ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അല്ലാഹു അവിടുത്തെ ദറജ എത്തിക്കൊടുക്കുമാറാകട്ടെ, മഹാനവറുകളെ അനുസ്മരിച്ചു. അതുപോലെ നമ്മിൽ നിന്ന് ഈ അടുത്ത് വിടവറഞ്ഞു പോയ ഏറ്റവും വലിയ പണ്ഡിതനായ ബഹുമാനപ്പെട്ട എൻ.എം. ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ടും നാം ഇവിടെ സമ്മേളിച്ചത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ അത്തരം മഹാരഥന്മാർ നേതൃത്വം നൽകിയ ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആശയ വിശദീകരണമാണ് ഇവിടെ ഇതുവരെ നടന്നതെങ്കിൽ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗമായിരിക്കണമെന്ന് വന്യരായ ഉസ്താദ് ഇവിടെ അടിവരയിട്ടുകൊണ്ട് പലപ്പോഴും പറയുന്നതായി നാം കേട്ടു. നമ്മുടെ എന്തു പ്രവർത്തനവും മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ, അവരെ തെറിവിളിക്കാൻ, അതല്ല നമ്മുടെ പ്രവർത്തനം. നാം എന്തു ചെയ്യുന്നുണ്ടെങ്കിലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ നാം കാണാൻ കഴിഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബിനെ ഏറ്റവും മികഴ്ത്തിയ വഹാബി പ്രസ്ഥാനത്തിന്റെ ആളുകൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ മാലയും മൗലിദും സിയാറത്തും തവസ്സുലുമൊക്കെ ഇവിടുത്തെ ആളുകൾ പടച്ചുണ്ടാക്കിയതാണെന്ന് പലപ്പോഴും അവർ പറയാറുണ്ടായിരുന്നുവെങ്കിലും നാം ഇപ്പോൾ ഇവിടെ നേരിട്ട് കണ്ടു. സൗദി രാജാവടക്കം യുഎഇയിലെ ഭരണാധികാരികളടക്കം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന പരിശുദ്ധമായ മദീനയിലെ റൗള ഷരീഫിൽ വന്നിട്ട് സിയാറത്ത് ചെയ്യുന്ന കാഴ്ചകൾ നാം കണ്ടു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന മുനവ്വറ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അൽ ഈമാനു യഉരിസു ഇലൽ മദീനതി കമാ തഅരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. അതേ ഈമാൻ എന്ന് പറയുന്നത് യഉരിസു ഇലൽ മദീന, മദീനയിലേക്ക് ഈമാൻ മടങ്ങും കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദാഹരണ സഹിതം പറയുന്നത്, കമാ തഅരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, മാളത്തിൽ നിന്ന് വന്ന പാമ്പ് വീണ്ടും മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഇതാ മദീനയിൽ നിന്ന് വന്ന ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഈമാനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് മദീനയുമായി ബന്ധപ്പെടുന്നു. നേരത്തെ ഇവിടെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം, ആരെങ്കിലും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നിങ്ങൾ മദീനയിൽ പോയിട്ട് വന്നാൽ നിങ്ങൾ പറയരുത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബർ സന്ദർശിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ലാ ഉഹിബ്ബു അൻ യുഖാല സുർതു ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയിൽ പോയി വന്നിട്ട് ഹബീബിന്റെ ഖബർ സന്ദർശിച്ചു എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. കാരണം എനിക്ക് ഇഷ്ടമുള്ളത് ഖബർ സന്ദർശിച്ചു എന്ന് പറയലല്ല, ഞാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിച്ചു എന്നല്ലാതെ അതേ ഖബർ സന്ദർശിച്ചു എന്നൊരു പദപ്രയോഗം നിങ്ങൾ നടത്തരുത് എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ ഈ ആശയം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് എവിടെ കിട്ടി? അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലാ തഖൂലു റാഇനാ വഖൂലു
അതേ സഹാബികൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നിട്ട് ഞങ്ങളെ കണക്കിലെടുക്കണം നബിയെ എന്ന വാചകം റായിന റായിന എന്ന് പറയുമായിരുന്നു എങ്കിൽ അതേ റായിന എന്ന പദത്തെ മറ്റൊരു വശത്തിൽ വേറെയും ചില അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ളത് കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഹബീബിന്റെ അടുത്ത് വന്നിട്ട് റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് എല്ലാരോടും പറയുന്നത് പോലെ നിങ്ങൾ റായിന എന്ന അഭിസംബോധനം നടത്തരുത്. റായിനക്ക് പകരം നിങ്ങൾ ഉന്ദുർന എന്ന പദപ്രയോഗം നടത്തണമെന്ന് അതോടുകൂടി പ്രയോഗിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അതേ ആശയം തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമായി അതേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മദീന മുനവ്വറയിൽ തന്റെ വാഹനപ്പുറത്ത് അഥവാ ഒട്ടകപ്പുറത്ത് കയറി സഞ്ചരിക്കാറില്ല. എന്തുകൊണ്ടാണ്? എന്റെ നേതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പരിശുദ്ധമായ മദീനയിൽ അതേ എന്റെ വാഹനപ്പുറത്ത് കയറിയിട്ട് ഞാൻ സഞ്ചരിക്കൂല എന്ന് ഇമാം മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിർത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചങ്കിലെ ചോരയായ ജീവന്റെ തുടിപ്പായ കരളിന്റെ കതലായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ് വലുത്. അതുകൊണ്ട് നാം ആരെയും ആക്ഷേപിക്കാനില്ല, ആരെയും തെറിവിളിക്കാനില്ല. നമ്മൾക്ക് കഴിയുന്നത് അതേ ജനങ്ങളെ നന്നാക്കിയെടുക്കുക, ഹബീബിനോടുള്ള മഹബ്ബത്ത് ഉണ്ടാക്കി കൊടുക്കുക. ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ അവർക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം അതേ നമുക്ക് നേതൃത്വം നൽകിയ താജുൽ ഉലമ പഠിപ്പിച്ച ആശയം, ഇന്ന് നേതൃത്വം നൽകുന്ന വന്യരായ എം എ ഉസ്താദിന്റെ ആശയം, നമുക്ക് നേതൃത്വം തരുന്ന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ ആശയം, അതൊക്കെയും അവർക്ക് കിട്ടിയത് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയ സുന്ദരമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിക്കുകയും അത് അറിയുന്നത്ര ജനങ്ങൾക്ക് കഴിയുന്നത്ര ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ദൗത്യമാണ് ഞങ്ങൾ ഇവിടെ നിർവഹിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബിന്റെ മഹബ്ബത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ ഈ പ്രവർത്തനം സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മഹാനായ താജുൽ ഉലമയെ സംബന്ധിച്ചും പറയേണ്ടതില്ല. മഹാനായ താജുൽ ഉലമ ഉള്ള ആൾ തങ്ങള് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ പെട്ടതായതുകൊണ്ട് തന്നെ താജുൽ ഉലമന്റെ ബഹുമാനം പറഞ്ഞറിയിക്കേണ്ടതില്ല. അതേ കുടുംബ പരമ്പരയിൽപ്പെട്ട റസൂലുള്ളാഹിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വരെ പറഞ്ഞതെന്താണ്? അലുൻ നബിയ്യി ദരിഅതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം മുഅതഗദ ബിയദിൽ യമീനി അതേ അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബക്കാരായ തങ്ങന്മാര് എനിക്ക് വസീലയാണ്. അവരെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു അല്ലാഹുവേ, ഞാൻ ആഗ്രഹിക്കുന്നു അല്ലാഹുവേ, നന്മയും തിന്മയും തൂക്കപ്പെട്ട ഏടുകള് അതാ എന്റെ കയ്യിൽ എന്റെ വലം കയ്യിൽ കിട്ടാൻ അവർ മുഖേന ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞെങ്കിൽ ആ ഹബീബിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട താജുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മദ്ഹ് അവിടുത്തെ ആ സ്ഥാനം പറഞ്ഞറിയിക്കാൻ സാധ്യമില്ല. അത് അറിഞ്ഞവർക്ക് അറിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ സ്വന്തം ഉസ്താദായ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അടക്കമുള്ള വേദിയിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങളാണ് ദുആക്ക് നേതൃത്വം നൽകിയതെങ്കിൽ മഹാനായ ശംസുൽ ഉലമക്ക് അറിയാം താജുൽ ഉലമന്റെ പവർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് താജുൽ ഉലമയോട് കൂടി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ എൻ.എം. ഉസ്താദോട് കൂടി ധാരാളം പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയടക്കം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളോട് കൂടി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗീയോദ്യാനത്തിലേക്ക് ഹബീബിന്റെ പിന്നാലെ അമ്പിയാക്കളുടെ പിന്നാലെ സഹാബത്തിന്റെ പിന്നാലെ മഹത്തുക്കളുടെ പിന്നാലെ ശൈഖ് ജീലാനി തങ്ങളുടെ പിന്നാലെ മമ്പുറം തങ്ങളുടെ പിന്നാലെ താജുൽ ഉലമന്റെ പിന്നാലെ ചവിട്ടടി വെച്ചുകൊണ്ട് ആ സ്വർഗീയോദ്യാനത്തിലേക്ക് കടക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതിനുള്ള നിമിത്തമായി ഈ മഹത്തായ മജ്ലിസ് അല്ലാഹു ആക്കി തരുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസിന് വേണ്ടി ധാരാളം ആളുകൾ അധ്വാനിച്ചിട്ടുണ്ട്, ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ എത്ര ത്യാഗം ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ശാരീരികമായി സഹായിച്ചവർ, മാനസികമായി സഹായിച്ചവർ, അതേ സാമ്പത്തികമായി സഹായിച്ചവർ, ഏതെല്ലാം നിലക്ക് സഹായിച്ചിട്ടുണ്ടോ, ആണ് പെണ്ണ് ചെറുത് വലുത് ആരെല്ലാം
ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെയും തക്കതായ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബിന്റെ ശഫാഅത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് കോരിക്കൊടുക്കുന്ന ഹൗദുൽ കൗസർ ഒരു കോപ്പയെങ്കിലും വാങ്ങി കുടിക്കാൻ അർഹമുർ റഹീമീനായ റബ്ബ് അവർക്കും നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടുത്തെ ശഫാഅത്തിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടുത്തെ ശഫാഅത്തിന് വേണ്ടി ചൊല്ലുമ്പോൾ അവിടുത്തെ കയ്യിൽ നിന്നൊരു കോപ്പയെങ്കിലും ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരില്ല. അങ്ങനെ ആ കോപ്പയെങ്കിലും ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണമെന്ന് ആഗ്രഹിച്ച് ഹബീബിന്റെ സവിധത്തിലെത്തുമ്പോൾ ആട്ടി പുറത്താക്കുന്ന ചില ഗുണംകെട്ട കക്ഷികളുണ്ട്. അക്കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നാം പെടാൻ പാടില്ല. നമ്മുടെ ഭാര്യമക്കൾ പെടാൻ പാടില്ല. നമ്മുടെ അരുമസന്താനങ്ങൾ പെടാൻ പാടില്ല. നമ്മുടെ സന്താനങ്ങളും നമ്മുടെ പ്രവർത്തകരും ആരും പെടാൻ പാടില്ല. അല്ലാഹു തആല ആ കൂട്ടത്തിൽ പെടുത്തി നമ്മെ അല്ലാഹു നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്. ഞങ്ങളുടെ ദോഷം നീ വിട്ടുവെറുത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ശിഷ്ട ജീവിതം നീ നന്നാക്കി തരണേ അല്ലാഹ്. ഹബീബിന്റെ മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ ഏറ്റി തരണേ റഹ്മാനെ. ഹബീബിനെയും ഇതിന്റെ പ്രവാചകന്മാരെയും സ്ഥലം താഴ്ന്ന് കാണുന്ന ബിദ്അത്തിന്റെ കക്ഷികളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വെറുപ്പിട്ട് തരണേ അല്ലാഹ്. നീ വെറുപ്പിട്ട് തരണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. നീ ഞങ്ങൾക്കെല്ലാം മാറ്റിത്തരണേ അല്ലാഹ്. ഒരുപാട് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ഞങ്ങളുടെ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാഹ്. നീ ഞങ്ങളെ ദില്ലത്തിലാക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ ഫദീഹത്തിലാക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ കുറവാക്കല്ലേ അല്ലാഹ്. ദുനിയാവിലും ഫദീഹത്തിലാക്കല്ലേ അല്ലാഹ്. ആഖിറത്തിലും ഫദീഹത്തിലാക്കല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ആണ് പെണ്ണ് ചെറുത് വലുത് അവരുടെ മനസ്സിൽ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, അമ്പിയാക്കളുടെ ബറക്കത്ത് കൊണ്ട്, ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട്, സാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ദുഃഖം നൽകല്ലേ അല്ലാഹ്. ഈ ദുഃഖം നൽകല്ലേ റഹ്മാനെ. ഹബീബിന്റെ മഹത്വം പറഞ്ഞ ഈ മഹത്തായ മജ്ലിസിൽ നിന്റെ ദർബാറിലേക്ക് ഇരുകരങ്ങളും നീട്ടി യാചിക്കുന്നു അല്ലാഹ്. ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളും ഒന്ന് അടുത്തു വരിക. ഈമാനുള്ളവരാണല്ലോ നമുക്കെയും. നാം പരസ്പരം കൈപിടിച്ചുകൊണ്ട് മുസാഫ ചെയ്തുകൊണ്ട് പോകണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബ് പഠിപ്പിച്ച ഒരു ആശയമാണ് നിങ്ങൾ പരസ്പരം മുസാഫഹത്ത് ചെയ്യൽ കൊണ്ട്, കൈപിടിക്കൽ കൊണ്ട് നിങ്ങളുടെ ചെറുദോഷങ്ങൾ പൊറുക്കാനത് കാരണമായി തീരുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മുഅ്മിനീ, ആ ഈമാനുള്ളവരിൽപ്പെട്ട നാമൊക്കെയും പരസ്പരം കൈപിടിച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്തുകൊണ്ട് പോവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആയും നമ്മുടെ ഈ സദസ്സും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ആളുകളും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ കൈ മുസാഫാത്ത് ചെയ്ത് പിരിയണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്കൊക്കെ ഖൈർ നൽകുമാറാകട്ടെ. ഈ പരിപാടിക്ക് നല്ലൊരു ചെലവുണ്ട് എന്നുള്ളത് എല്ലാവരും അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ ചെലവിന്റെ ആവശ്യം ഇവിടെ ഉള്ളത് കൊണ്ട് നിങ്ങളെ കയ്യിലുള്ള നല്ല ഒരു സംഖ്യ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ കയ്യിൽ കൊടുത്ത് സഹായിക്കണം, സഹകരിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ അടുത്ത് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അൽ മദീന ഇസ്ലാമിക് കോംപ്ലക്സിന്റെ കീഴിൽ മീലാദ് ഫെസ്റ്റ് എന്ന പേരിൽ 3 ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ മാസം 9, 10, 11 തീയതികളിൽ വളരെ വിപുലമായ മീലാദ് പരിപാടികളാണ് അൽ മദീന മഞ്ഞനാടിയിൽ വെച്ച് നടക്കുന്നത്. 9-ാം തീയതി വെള്ളിയാഴ്ച മഗ്രിബിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർ തങ്ങളുടെ നേതൃത്വത്തിൽ, അതുപോലെ 10-ാം തീയതി ശനിയാഴ്ച മഗ്രിബിന് ശേഷം ബഹുമാനപ്പെട്ട കാവൽക്കട്ട ഹസ്രത്ത് അവരുടെ നേതൃത്വത്തിൽ, 11-ാം തീയതി ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾ, പൊസോട്ട് തങ്ങൾ അടക്കമുള്ള നേതാക്കൾ സംബന്ധിക്കുന്ന പരിപാടികളാണ്. 11-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവരുടെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണവും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ പരിപാടികളിലേക്കും അൽ മദീനയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. 15-ാം തീയതി വ്യാഴാഴ്ച 2 മണി മുതൽ SSF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇലൽ ഹബീബ് മീലാദ് റാലി വളരെ വമ്പിച്ച ഒരു പടുകൂറ്റൻ റാലിയാണ്.
15-ാം തീയതി വ്യാഴാഴ്ച 2:30 മണിക്ക് ജ്യോതി മുതൽ നെഹ്റു മൈതാനം വരെ നടക്കുകയും അവിടെ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ സമാപനം കുറിക്കുകയും ചെയ്യുന്നതാണ്. എല്ലാ പ്രവർത്തകരെയും ക്ഷണിക്കുന്നു. വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം മഞ്ഞനാടി ജുമാഅത്ത് പള്ളിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് ബഹുമാനപ്പെട്ട മർഹൂം NM ഉസ്താദ് അവരുടെ പേരിൽ ദിക്ർ ദുആ മജ്ലിസ് നടക്കുകയാണ്. അതുപോലെ ഇന്ന് മരണപ്പെട്ടു പോയ തോടുകോടി മദ്രസ വിദ്യാർത്ഥി ഇസ്മായിൽ, അദ്ദേഹത്തെ നാം ഇവിടെ സ്മരിക്കുന്നു. അള്ളാഹു ആ കുട്ടിയെ കുടുംബത്തിന്റെ ആഖിറത്തിൽ സംരക്ഷണം നൽകുന്ന കുട്ടിയായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 20, 21, 22 തീയതികളിൽ താജുൽ ഉലമയുടെ 1ാമത്തെ ആണ്ട് നേർച്ച വെട്ടിക്കുളത്ത് വെച്ച് വളരെ വിപുലമായി നടക്കാനിരിക്കുന്നു. ഫെബ്രുവരി 19-ാം തീയതി അരേക്കള ഫരീദ് നഗറിൽ വെച്ച് ബഹുമാനപ്പെട്ട മമ്പാട് സഖാഫി ഉസ്താദ് അവർ പ്രസംഗിക്കുന്നു. ജനുവരി 14, 15 തീയതികളിൽ നമ്മുടെ അസൈ SSFന്റെ കീഴിൽ വളരെ വമ്പിച്ച മീലാദ് പരിപാടി. 15-ാം തീയതി ബഹുമാനപ്പെട്ട ബായാർ തങ്ങളും റഫീഖ് സാദി ഉസ്താദ് ബായാർ അവர்களுം സംബന്ധിക്കുന്നതാണ്. എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടിയിൽ വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ നിന്നും മരിച്ചുപോയ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ, അദ്ദേഹത്തെ നാം സ്മരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമുക്കൊക്കെ ഖൈറായ മരണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നമ്മുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മഹത്തായ ഈ പരിപാടിയെ നമുക്ക് ധന്യമാക്കി തന്ന മഹാനായ ജലാലുദ്ദീൻ തങ്ങൾ കിന്യ ആ സയ്യിദ് അവറുകളുടെ മരുമകനാകുന്ന സയ്യിദ് കുഞ്ഞിക്കോയ സാരി തങ്ങള് സുല്യ താലൂക്ക് ജമിയത്തുൽ ഉലമയുടെ അഭിമന്യരായ പ്രസിഡന്റ് തങ്ങൾ അവർക്ക് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി 1000 നന്ദികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ വേണ്ട രീതിയിൽ ആദർശം വിശദീകരിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതിവരേക്കുള്ള മദ്ഹ് പറഞ്ഞു തന്ന അഭിമന്യരായ അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് ഉസ്താദ് അവർക്ക് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ 1000 നന്ദികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ചും നമുക്ക് എടുത്തു പറയാണ്ടത് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി ഏത് സമയത്തും നമുക്ക് നല്ല നിലക്ക് സഹകരിച്ചിട്ടുണ്ട്. അഭിമന്യരായ അതിന്റെ പ്രസിഡന്റ് ഇസ്മായിൽ ഷാ നേരത്തെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്തുകയും അൽഹംദുലില്ലാ തീരുന്നതുവരെ പൂർണ്ണമായ നിലക്ക് സഹകരിക്കുകയും നമ്മുടെ ഈ മഹത്തായ പരിപാടിയെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച് നമ്മെ ധന്യമാക്കിയിട്ടുണ്ട്. അത് അധ്യക്ഷനിക്കും ഈ പരിപാടിക്ക് വേണ്ടി 1000 നന്ദികൾ അർപ്പിക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ജമാഅത്ത് ഖതീബ് ഉസ്താദാകുന്ന മുഹമ്മദ് സഖാഫി ഉസ്താദ് അവറുകളാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഏത് സമയത്തും നമുക്ക് വേണ്ട രീതിയിൽ നിർദ്ദേശം പറയുകയും നമ്മുടെ പ്രസ്ഥാനത്തെ നല്ലവണ്ണം നയിക്കാൻ നമുക്ക് എന്നും നല്ല നിലയ്ക്ക് ഹിക്മത്ത് നമുക്ക് തരുന്ന നമ്മുടെ അഭിമന്യരായ ഉസ്താദ് അവറുകൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ 1000 നന്ദികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ നേരത്തെ തന്നെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രിയായ UT ഖാദർ അവറുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. അതുപോലെ തന്നെ UT ഖാദർ അവറുകൾക്കും നമ്മുടെ ഈ സ്ഥാപനത്തിന് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി 1000 നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഇടക്കറിയിക്കാനുള്ളത് വോളണ്ടിയർമാർക്ക് ശ്രദ്ധക്ക് നാം ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് എല്ലാം ഇതോടെ ഫിനിഷ് ആക്കിയിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ വോളണ്ടിയർമാർ ആരും പോകരുത്. നാം ഈ പരിപാടി തീരുമാനിച്ച അന്ന് മുതൽക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാഴ്ച ആയതേ ഉള്ളൂ. അന്ന് മുതൽക്ക് നമുക്ക് നടും തൂണായി നിന്ന ആളാണ് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ അഭിമന്യരായ ജനറൽ സെക്രട്ടറി
MK അബ്ബാസ്ക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ 1000 നന്ദികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സദസ്യരായ NS കരീം ഹാജി, അദ്ദേഹം നമുക്ക് വേണ്ട നിലയ്ക്ക് ഇതുവരെ സഹകരിച്ചിട്ടുണ്ട്. ആ NS കരീം ഹാജി ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ താലൂക്ക് പഞ്ചായത്ത് അധ്യക്ഷരായ നമ്മുടെ അഹമ്മദ് കുഞ്ഞിനെക്കര്, അതുപോലെ തന്നെ മഞ്ഞനാടി പഞ്ചായത്ത് ഉപാധ്യക്ഷരായ AM കുഞ്ഞിബാവ ഹാജി കൽക്കട്ട, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരാകുന്ന മുഹമ്മദ് അക്കര വെളിച്ചൽ, അസൈന റഹീം, ആ മുഴുവൻ ആൾക്കാർക്കും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ 1000 നന്ദികൾ അർപ്പിക്കുന്നു. പ്രത്യേകിച്ചും